ഹലോ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഖിൽമാരാരുടെ ശബ്ദ സന്ദേശം 2020 പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ഒരു നാഷണൽ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. പക്ഷെ 2020 ഇതൊന്നുമല്ല. ഈ രണ്ട് പാർട്ടികളിൽ ഞാൻ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു വിലയാണ്. ഈ 2020 എന്ന് പറഞ്ഞ പാർട്ടിയിൽ മത്സരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അത് വളരെ ഒരു റിസ്ക് ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അക്കോമഡേഷൻ എനിക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത്. അതായത് കറക്റ്റായിട്ടുള്ള പുള്ളി ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വേണമെന്ന് തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അതായത് ഈ ഇലക്ഷനിൽ അഖിൽമാരാർ 2020 വേണ്ടി മത്സരിച്ചത് വെറും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോയിൽ നിന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അഖിൽമാരാരുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ചാനൽ ചർച്ചകളിലൂടെയൊക്കെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി തന്നെയായിരുന്നു അഖിൽമാരാർ. അതിനുശേഷം ബിഗ് ബോസ് ഷോയിൽ പോവുകയും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി 1ാം സ്ഥാനം നേടുകയും ചെയ്ത അഖിൽമാരാർ വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി. പുള്ളി നായകനായിട്ടൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമ വൻ പരാജയമായി മാറി. അതിനുശേഷം പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി മത്സരിക്കാൻ ശ്രമിച്ചു. അതാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷേ പുള്ളി ചെയ്ത മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി കൊട്ടാരക്കര സീറ്റ് കിട്ടിയാൽ മാത്രം മത്സരിക്കാമെന്ന് വിചാരിച്ച് മത്സരിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷെ കൊട്ടാരക്കര സീറ്റ് പുള്ളിക്ക് കൊടുത്തില്ല. പിന്നെ പുള്ളിക്ക് തൃക്കാക്കരയെ മത്സരിക്കാനാണ് പുള്ളിക്ക് പറ്റുള്ളൂ. പക്ഷെ പുള്ളി അതിൽ മത്സരിച്ച് പുള്ളി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിണ്ടാണ്ട് പോയ പോലെ. ഇപ്പം ഇങ്ങനെ ഒരു വിവാദ പരാമർശം നടത്തി സാബു ജേക്കബ് 40 കോടി രൂപ BJPയുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 കോടി കിട്ടിയതായിട്ട് എന്നോട് വേറൊരാൾ പറഞ്ഞു എന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഇങ്ങനെ വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഓരോരോ ഓഡിയോകളായിട്ട് അവർ പുറത്തു വിട്ടുകൊണ്ടിരിക്കും. ഈ സംഭവത്തിൽ ഇപ്പോൾ ആരാണ് ശരിക്കും നാണം കെട്ടത്? അഖിൽമാരാർ വീണ്ടും വീണ്ടും പരിഹാസ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഖിൽമാരാരുടെ കാര്യം ഏകദേശം തീരുമാനമായി. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പുള്ളി മത്സരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഒത്തിരി അധികം ആളുകളുടെ ഹേറ്റ് അല്ലെങ്കിൽ വെറുപ്പ് പുള്ളിക്ക് കിട്ടി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളി വന്ന് ഇങ്ങനെ ഒരു പരാമർശം കൂടെ നടത്തി. പുള്ളി വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മത്സരിച്ച ഒരു വ്യക്തിയായി ആളുകൾ മൊത്തം കണക്കാക്കി. അഖിൽമാരാരെ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണ്? എനിക്ക് തോന്നുന്നില്ല. ഇനി പുള്ളി എന്ത് പറഞ്ഞ് തിരിച്ചു വരും? പുള്ളിയുടെ മുഴുവൻ പ്രതിച്ഛായയും തകർന്നടിഞ്ഞു. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചാനൽ പുതിയ ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.